എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ പോകുമായിരുന്നു. ഒരു പ്രാവശ്യം നേരെ വൺ സൈഡ് കയറി CPRൻ്റെ മുകളിൽ വന്നു. അതിന് ശേഷം അതിന് മുകളിൽ പോയി ട്രേഡായിട്ട് പിന്നെ തിരിച്ച് CPRൻ്റെ ഹൈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും നല്ല രീതിയിൽ കയറുമായിരുന്നു. ഈ 20 MA നോക്കാമെങ്കിൽ 20 MA നമുക്ക് കാണാം സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അപ് ട്രെൻഡിലൊരു ചാൻസ് എടുക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഇന്നത്തെ റാലി വന്നിട്ട് നമ്മൾ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലായി എന്ന് വിചാരിക്കരുത്. ഇത് ഇന്നലത്തെ ആ ഒരു ഹെവി ഫോളിൻ്റെ ഒരു റിലീഫ് റാലി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ ഹൈ റേഞ്ച് ഇതാണ്, ഈ റേഞ്ചാണ്. ഈ റേഞ്ചിന് ഏകദേശം ആ ഒരു വീണേൻ്റെ ഒരു പകുതിക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. പകുതിക്ക് മുകളിൽ നാളെ ഇത് ഓപ്പണിംഗ് ഒരു ഇന്നടിച്ച ഹൈയുടെ മുകളിൽ ട്രേഡായി അല്ലെങ്കിൽ R1 റേഞ്ചിലോട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നാളെ നല്ല രീതിയിൽ ഇറങ്ങി വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിന് നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. ഡെലിവറി ഒക്കെ എടുക്കുന്നത് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ. കാരണം ഗവൺമെൻറ് ഫോം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോക്കുക. ഓരോ പിന്നെ ഇത് എന്താണ് പറയുന്നത്, അവരുടെ ഈ മന്ത്രിസ്ഥാനം ഷെയർ ചെയ്യുന്നതും അതിനകത്ത് വരുന്ന ആളുകളുടെയൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം മാർക്കറ്റിൽ നമ്മൾ ഒരു സ്ഥിരത കിട്ടിയിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനൊക്കെ, ലോങ് ടൈമിലേക്കൊക്കെ എടുക്കാൻ. കാരണം ലോങ് ടൈമിലേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് താഴെ വരാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ, അസ്ഥിരം എന്ന് പറഞ്ഞാൽ കോalition ഗവൺമെൻറ് പല പാർട്ടികൾ ചേർന്നുള്ള ഇതിൽ വരുമ്പോൾ ഈ വലിയ വലിയ ഫണ്ടുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ അത്ര ഇതില്ല, എന്താണ് പറയുന്നത്, റിസ്ക് എടുക്കത്തില്ല. FIs ഒക്കെ ആണെങ്കിൽ അവർക്ക് വേറെ അവർ ഓപ്ഷൻ നോക്കും, വേറെ രാജ്യങ്ങളിൽ ഓപ്ഷൻ നോക്കും. അങ്ങനെ നമ്മളിവിടെ കണ്ടിന്യൂസ് സെല്ലിങ് വരും, ഏതെങ്കിലും സമയത്ത് ഹെവി സെല്ലിങ് കാണിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മളത് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡിങ്ങിനെ എടുക്കാൻ. ലോങ് ടൈമിൽ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കുറേ നാൾ അത് മൂവ്മെൻറ്റ് ഇല്ലാതെ കുറച്ച് താഴേക്ക് പോകുമ്പോൾ നമ്മൾ ടെൻഷനായിട്ട് നമ്മൾ ലോസ് വിറ്റ് കളയും. അതിലും നല്ലത് നമ്മൾ വെയിറ്റ് ചെയ്യാമെങ്കിൽ പല ഷെയറുകളും നല്ല വാല്യൂഷൻ റേഞ്ചിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കറക്ഷൻ വന്ന് ഓവർ സോൾഡ് പൊസിഷനായിട്ടുള്ള ഷെയറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10%, 20% ഒക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത് നമ്മൾ ഷെയർ നോക്കി കണ്ടുപിടിക്കണം. പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് മാർക്കറ്റിനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുപോയത്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ നല്ല ഷോർട്ട് പൊസിഷൻസ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ കയറിയത്. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു കവറിങ് കൊണ്ടാണ് നിഫ്റ്റി അത്രയും നല്ല രീതിയിൽ കയറാൻ ഇടയായത്. ബാങ്ക് നിഫ്റ്റി ഇപ്പം അതും ഏകദേശം നിഫ്റ്റിയുടെ അതേപോലെ ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. നാളെ എത്രത്തോളം ഇത് പിടിച്ചിരിക്കുന്ന അറിയത്തില്ല. എന്തായാലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഇന്നത്തെ ഹൈ R1 റേഞ്ചിൽ നിന്ന് ഒരു റിവേഴ്സ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യം, ഓപ്ഷൻസ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർസ് കുറച്ച് 15 ഷെയർ എടുത്ത്, ഇതിനകത്ത് പല ഷെയറും നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. പിന്നെ വൺ സൈഡ് ചാൻസ് തന്ന കുറച്ച് ഷെയറുകളേ ഉള്ളൂ. ഒരു 4 ഷെയറോളം നമുക്ക് വൺ സൈഡ് ചാൻസ് തന്നിട്ടുണ്ട്. ഒരു ഇതടിച്ചതിന് ശേഷം ഡാബർ എന്ന് പറയുന്ന ഷെയർ, ഡാബർ വൺ സൈഡ് അപ് ട്രെൻഡിൽ പോയി R2-ന് മുകളിൽ ഇവിടം വരെ പോയതിന് ശേഷം ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നു. നമ്മളിവിടെ എൻട്രി എടുത്താലും നമുക്ക് 596-97, അതായത് ഒരു 16-17 രൂപ പ്രോഫിറ്റ് വൺ സൈഡ്. അതിൽ നമുക്ക് മേടിക്കേണ്ട കാര്യമേ ഇല്ല, വൺ സൈഡ് ട്രേഡ് തന്നുകൊണ്ടിരുന്നു. അതുപോലെ പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത് യൂണിലിവർ, അതും R2 ഇത് കണ്ടില്ല, കറക്റ്റ് R3 ടച്ച് ചെയ്ത് വൺ സൈഡ് ഇറക്കുമായിരുന്നു. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 2722 ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 2586, ഏകദേശം 130-135 രൂപ പ്രോഫിറ്റ് അതിനകത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ KSCL എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഫ്ലാറ്റ് നേരെ കയറി വൺ സൈഡ് കയറ്റമാണ്. പ്രീവിയസ് ഡേ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു, R3 പോയില്ല, R2-ന് താഴെ ഇറങ്ങി. നമ്മളപ്പോൾ ഇവിടെ എൻട്രി എടുക്കും, ഹൈ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ
911 റേഞ്ച് എൻട്രി എടുത്തായിരുന്നെങ്കിൽ ലാസ്റ്റിലത് 850 വരെ വരുന്നുണ്ട്. അതായത് 60 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വേറെ ഷെയർസിനകത്ത് നമുക്ക് ചാൻസുകളുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് വീണ്ടും കയറിപ്പോയി ചില ഷെയറുകൾ. എന്നാലും ലെവലുകൾ വന്നിട്ട് താഴോട്ട് ഇറങ്ങി തിരിച്ച് കയറിപ്പോയി ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഹെറിറ്റേജ് ഫുഡ് എന്ന് പറയുന്ന ഷെയർ, ഹെറിറ്റേജ് ഫുഡൊക്കെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒക്കെ ഇതാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ കണ്ടില്ല, ഇവിടെ ഒരു അടി അടിച്ച് തിരിച്ചിറങ്ങി. ഇവിടുന്ന് നമുക്ക് 520 എടുത്താലും നമുക്ക് 510 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പല ഷെയറിനകത്തും അങ്ങനെ ചാൻസുകളുണ്ട്. പക്ഷേ ലെവൽ വരുമ്പോൾ ലെവലിന് കട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കണം, അല്ലാതെ കട്ട് ചെയ്ത് ഒത്തിരി താഴെ പോകുമ്പം എടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ ട്രേഡിങ്. നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ, നല്ല രീതിയിൽ ചാൻസ് തന്ന ഷെയറുകൾ, നാളത്തേന് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ 15 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം ഒരുമാതിരിപ്പെട്ട നല്ല മൂവ്മെൻറ്റ് എന്ന ഷെയറുകൾ. ഈ അമരരാജ ബാറ്ററി എന്ന് പറയുന്ന ഷെയറാണിത്. ഇതും ഹെറിറ്റേജ് ഫുഡും വന്നിട്ട് ഈ തെലുങ്കുദേശം പാർട്ടിയുടെ ഒരു മന്ത്രിസഭയിലൊരു ഇതുള്ളത് കൊണ്ടാണ് ആ രണ്ടും കയറുന്നത്. പക്ഷേ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നാളെ നല്ല രീതിയിൽ ചിലപ്പോൾ സെല്ലിങ് വരാനും മതി. എന്തായാലും നമ്മൾ ലെവലുകൾ ഒന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കും. ഇതിനകത്തിപ്പം ചമ്പൽ ഫെർട്ടിലൈസർ ശ്രദ്ധിക്കുക, 400 മുകളിൽ പോയിട്ട് ഈ 398 കട്ട് ചെയ്യുക. അതായത് ഇന്നത്തെ ഹൈ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും. ഇമാമി ലിമിറ്റഡ് ഇത് കണ്ടില്ല, ആവറേജിനടുത്ത് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്നുകിൽ ഇത് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് അപ്പിൽ തരുവാണെങ്കിൽ 745 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ ഇപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 710 വരെ വന്നിട്ട് താഴോട്ട് ഇറങ്ങി കണ്ടാൽ ഈ ആവറേജ് 699 ആവറേജിന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും. പിന്നെ ഇന്നത്തെ മൂവ്മെൻറ്റ് നാളെ ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. നാളെ ഹൈ ഓപ്പണിംഗ് വന്ന് ഇറങ്ങാനാണ് ചാൻസ് കൂടുതലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. വെക്ടർ ഫുഡ് നല്ല മൂവ്മെൻറ്റ് കിട്ടുകയാണ്. 1500 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ R1 ലെവലിൽ താഴോട്ട് പോകുമ്പോൾ ചാൻസ് എടുക്കുക. ഈ ഷെയർ TI തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു, നോക്കുക. അതല്ല ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ രീതിയിൽ ചാൻസ് എടുക്കുക. IMFA വന്നിട്ട് 690. ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അതല്ല ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കണം. വറോക്ക് എഞ്ചിനീയറിങ്ങിൽ അതും R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. അതല്ല എങ്കിൽ ഈ 600 റേഞ്ചൊക്കെ പോയിട്ട് 590 കട്ട് ചെയ്ത് താഴെ പോവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. ജ്യോതി ലാബും പിന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ രീതിയിൽ ചാൻസ് എടുക്കാം. KNR കൺസ്ട്രക്ഷൻ നാളെ 350 മുകളിൽ പോയിട്ട് 348 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ സെല്ലിങ് ചാൻസ് എടുക്കാം. AVFRL എന്ന് പറയുന്ന ഈ ഷെയർ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഹൈയുടെ മുകളിൽ പോയിട്ട് വന്നാലും ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. സെലൻ ഹെവി മൂവ്മെൻ്റ് ഉള്ള ഷെയർ, അപ്പോൾ അതിനകത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ക്വാണ്ടിറ്റി കുറച്ച് വേണം ചെയ്യാൻ. നാളെ ഇപ്പോൾ ഈ 624 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. അതല്ലെങ്കിൽ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ അടുത്ത ലെവലേ നോക്കുക. KCP നല്ല മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ഹൈയുടെ മുകളിൽ പോയിട്ട് വരുവാണെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കുക. R1 പോയി കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഹെറിറ്റേജ് ഫുഡൊക്കെ നോക്കി ചെയ്യുക. ഹെറിറ്റേജ് ഫുഡിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ നാളെ നല്ല ചാൻസ് തരും. അത് 600 പോയിട്ട് കിട്ടുവാണെങ്കിൽ സൂപ്പർ ചാൻസ് ആയിരിക്കും. 600 പോയിട്ട് 593 കട്ട് ചെയ്ത് വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും, നോക്കുക. അതല്ല ഈ റേഞ്ച് R1 പോയിട്ട് കിട്ടുവാണെങ്കിൽ, അതല്ല ഈ ഹൈയുടെ മുകളിൽ ഇപ്പം നാളെ ഒരു 550 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 546 വരുമ്പോൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഏറ്റവും താഴത്തെ ലെവലിൽ നിന്ന് ഇപ്പോൾ, അതായത് പ്രീവിയസ് ഡേ ഹൈ അടുത്താണല്ലോ, ഇപ്പോൾ ക്ലോസിങ് ഇപ്പോൾ 550 പോയിട്ട് 546 കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവും. അടുത്തത് ഫഗീര കെമിക്കൽ എന്ന് പറയുന്ന ഈ ഷെയറും R1 റേഞ്ച് പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. ഇതിനകത്തൊക്കെ നല്ല വോളിയുള്ള ഷെയറുകളാണ്. പിന്നെ പ്രസ്റ്റീജും നോക്കുക. പ്രസ്റ്റീജ് 1643. ഇത് എനിക്കൊന്ന് ലാസ്റ്റ് ടൈം മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ.
അതെ, ലാസ്റ്റ് ടൈമിലാണ് ഈ ഹെവി മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ ഈ ഹൈ വരുമോ എന്ന് എനിക്കറിയില്ല. ഈ ഹൈ വരാൻ ചാൻസ് കുറവ്. ഒരു 1700 ചിലപ്പോൾ വന്നിട്ട് ചിലപ്പം ഇറങ്ങിപ്പോവും. ഇതിൻ്റെ ലാസ്റ്റ് ട്രേഡ് ഒന്ന് നോക്കിക്കോട്ടെ. ലാസ്റ്റ് ട്രേഡ് ക്ലോസിങ്ങും ലാസ്റ്റ് ട്രേഡും തമ്മിൽ വ്യത്യാസം കാണും. പ്രസ്റ്റീജ് 1705. അപ്പോൾ ലാസ്റ്റ് ട്രേഡ് ഹൈ ഇതാണ്, ക്ലോസിങ് ഇതാണ്. അപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ ഈ റേഞ്ചിന് മുകളിൽ വരും. അത് വന്നിട്ടിറങ്ങുവാണെങ്കിൽ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നാളെ തന്നെയുള്ള ഷെയറുകൾ. അപ്പോൾ എല്ലാവരും നോക്കി ചെയ്യുക. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.